പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പാസ്റ്റ് ടെൻസ് പ്രധാനമായിട്ടും 4 ഉണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആദ്യത്തേത് സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്, പ്രീവിയസ് എന്നിവ സിമ്പിൾ പാസ്റ്റിൽ മാത്രമേ വരികയുള്ളൂ. I played cricket. Subject V2 plus object. She sang song. He drove car. They spoke English. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് V2 ഒബ്ജക്റ്റ്. യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്, പ്രീവിയസ് എന്നിവ സിമ്പിൾ പാസ്റ്റിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വാസ് or were plus ing plus object. Past continuously. I was playing cricket. Subject was or were, verb plus ing plus object എന്നിങ്ങനെയാണ്. She was singing song. He was driving car. They were speaking English. I was reading newspaper. ഇപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ ഏതൊക്കെയാണ്? സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറ് പ്ലസ് V1 കൂടി ing പ്ലസ് ഒബ്ജക്റ്റ് എന്നിവ വരും. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു കഴിഞ്ഞു. ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയും. ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഷീ വാസ് സിംഗിങ് സോങ്, അവൾ പാട്ട് പാടുകയായിരുന്നു. ഹി വാസ് ഡ്രൈവിംഗ് കാർ, അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. അല്ലേ? അപ്പം ഇങ്ങനെ ചെയ്യുകയായിരുന്നു. അപ്പം ഇതാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. ഇനി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പറയാൻ പോകുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഷി ഹാഡ് സങ് സോങ്. ഹി ഹാഡ് ഡ്രിവൺ കാർ. ദേ ഹാഡ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഐ ഹാഡ് റീഡ് ന്യൂസ് പേപ്പർ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്, ഷി ഹാഡ് സങ് സോങ്, ഹി ഹാഡ് ഡ്രിവൺ കാർ, ദേ ഹാഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് റീഡ് ന്യൂസ് പേപ്പർ, അല്ലേ, ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ്ലി. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞു? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഇനി മൂന്നാമത് പാസ്റ്റ് പെർഫെക്റ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, പാസ്റ്റിലെ അവസാനത്തെ ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഷി ഹാഡ് ബീൻ സിംഗിങ് സോങ്, അവൾ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. ഹി ഹാഡ് ബീൻ ഡ്രൈവിംഗ് കാർ, അവൾ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദേ ഹാഡ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഐ ഹാഡ് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ. അല്ലേ? അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടെൻസുകൾ 4 പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? പാസ്റ്റ് ടെൻസിൽ 4 ടെൻസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി.